പുതുമഴയിൽ ദുരിതക്കയത്തിൽ മുങ്ങി പത്തനംതിട്ടയിലെ തിരുവല്ല മേഖല. വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ഇനിയും വെള്ളമിറങ്ങിയിട്ടില്ല. പലരും വീടുകളുടെ രണ്ടാം നിലയിലേക്ക് അഭയം തേടിയിരിക്കുകയാണ്. MC റോഡിലുണ്ടായ വെള്ളക്കെട്ടിൽ വാഹന ഗതാഗതം താറുമാറായി. കാവും ഭാഗം ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് വെള്ളക്കെട്ടിൽ ആയതോടെ ആളുകളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നു. അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, നേരത്തെ മന്ത്രി PC വിഷ്ണുനാഥ് പറയുന്നുണ്ടായിരുന്നു പ്രത്യേക പരിഗണന ഇനി നൽകേണ്ടത് തിരുവല്ലയ്ക്കാണ്, അതുപോലത്തെ ഒരു ആശങ്ക അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ക്യാമ്പിൽ ഉൾപ്പെടെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്താണ് നിലവിലത്തെ അവസ്ഥ തിരുവല്ലയിലാകെ? തീർച്ചയായിട്ടും തിരുവല്ലയായിരിക്കും ഇനി ഒരു ഹോട്ട്സ്പോട്ടായി മാറാൻ പോകുന്നത്. ആറന്മുളയിൽ നിന്നും റാന്നിയിൽ നിന്നുമൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ വെള്ളമൊക്കെ തന്നെ തിരുവല്ലയിലേക്കാണ് എത്തുന്നത്. തിരുവല്ലയിൽ ഇപ്പോൾ തന്നെ പല താഴ്ന്ന പ്രദേശങ്ങളും വെള്ളം കയറിയിട്ടുണ്ട്. വീടുകൾ പൂർണ്ണമായി മുങ്ങിപ്പോയ സ്ഥലങ്ങളും ഭാഗികമായി മുങ്ങിപ്പോയ സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇനിയും കൂടുതൽ വെള്ളം എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളപ്പൊക്കം രൂക്ഷമാകാൻ തന്നെയാണ് സാധ്യത. ഈ വീടുകൾ മാത്രമല്ല, റോഡ് ഗതാഗതത്തെയും ഈ വെള്ളപ്പൊക്കം കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം കൂടുതൽ ഇറങ്ങുമ്പോൾ അത് രൂക്ഷമാകാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഇന്നത്തെ രാത്രി വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളതാണ് PC വിഷ്ണുനാഥ് പറയുന്നത്. കാരണം വനമേഖലയിൽ നന്നായി മഴ പെയ്യുന്നുണ്ട്. ആ മഴ പെയ്യുന്ന വെള്ളം ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുമ്പോൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ക്യാമ്പിൽ തന്നെ ഒരു വളരെ കഴിഞ്ഞു. ഇപ്പം മുഖ്യമന്ത്രിയൊക്കെ വന്ന് പോയല്ലോ, എന്തെങ്കിലും മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ കഴിഞ്ഞോ? ഞങ്ങൾക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല, തിരക്കായിരുന്നു. എന്നാലും ആവശ്യമുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. കേട്ടോ പറഞ്ഞതൊക്കെ? കേട്ടു. നിങ്ങളുടെ ആവശ്യം എന്താണ് നിങ്ങളുടെ ഒരു? ഞങ്ങളുടെ പ്രധാന ആവശ്യം എന്താ വെച്ചാൽ, എത്ര വർഷമായി സാർമാരെ ഞങ്ങൾ ഇത് കടന്നിങ്ങനെ അനുഭവിക്കുന്നു? എത്ര വർഷം? ഇപ്പം ഞങ്ങളുടെ വീടിന്റെ അവിടെ ചെന്ന് നോക്കിയാൽ ഞങ്ങളുടെ വീടിന്റെ മേൽക്കൂര മാത്രം ഇങ്ങനെ കാണാം. ഇത് വർഷങ്ങളായിട്ട് അനുഭവിക്കുക. അത് മംഗലശ്ശേരി കോളനി. അതൊരു 23 വീടുകളുണ്ട്. 23 വീടും എല്ലാ വർഷവും ഒരു 4 പ്രാവശ്യം വീതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ തോന്നൽ എന്നാന്ന് വെച്ചാൽ, ഞങ്ങളുടെ അവിടെ ഒരു ഷട്ടറുണ്ട്. അത് പണ്ടെങ്ങാണ്ട് അവിടെ കൃഷി ചെയ്തിരുന്ന കൊണ്ട് അവിടെ വെച്ചിരുന്ന വെള്ളത്തിലെ ആവശ്യത്തിന് വേണ്ടി. അപ്പോഴത്തേന് അത് മറ്റാൾക്കാർ ആരാന്നറിയില്ല. ഇനി ഓപ്പോസിറ്റ് താമസിക്കുന്ന വെള്ളം ചെല്ലാതിരിക്കാൻ വേണ്ടി വല്ലതും ചെയ്യുന്നു, നമുക്കതൊന്നും അറിയില്ല. രാത്രിയല്ലേ ഷട്ടർ വന്നങ്ങ് താക്കുമ്പോൾ ആറ്റിൽ നിന്ന് വരുന്ന വെള്ളവും മുകളിൽ നിന്ന് ഉഴത്തിൽ എന്ന് പറഞ്ഞ ആ മുക്ക്, അതായത് എന്താ കവല, നമ്മുടെ അവിടുത്തെ പോർമല, അവിടുന്ന് ഇറങ്ങി വരുന്ന വെള്ളം എല്ലാം കൂടെ വന്ന് നേരെ വന്ന് ഞങ്ങളുടെ അവിടെ വന്ന് കയറുന്നത്. അപ്പൊ ഷട്ടർ താത്തെ ഒരല്പം പോലും പുറത്തേക്ക് പോകുന്നില്ല. അങ്ങനെയാണ് എല്ലാ വർഷവും. ഇപ്പൊ അത് അവിടെ ഇരുന്ന് ദ്രവിച്ച് അതിന്റെ എന്തൊക്കെ സുഷിരങ്ങളൊക്കെ വീണത് കാരണം കുറച്ചൊക്കെ വെള്ളമേ പോകുന്നുള്ളൂ. ഇതിന്റെ കൂടെ വന്നത് ഞങ്ങൾ ഇപ്പൊ വന്നപ്പോ ഞാൻ നേരിട്ട് ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ പരാതിയുണ്ട്, വിഷമങ്ങളുണ്ട്, പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതുപോലെ വർഷം ഞങ്ങൾ ഇങ്ങനെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം ഷട്ടറിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ അതിന് ഉള്ള വഴികളെല്ലാം പറഞ്ഞു തന്നിട്ട് പറഞ്ഞു, ഇതിന് വേണ്ടുന്ന ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് വെള്ളം പൊങ്ങി ഇങ്ങോട്ട് വരേണ്ടതായിട്ട് വരില്ല. കാരണം അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള എല്ലാം MLA സാറിനെ എല്ലാം പറഞ്ഞെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പം വീട് വൃത്തിയാക്കാനുള്ള സാമ്പത്തിക സഹായം എല്ലാ കാര്യങ്ങളും സമ്മതിച്ച് ആണ് പോയിരിക്കുന്നത്. സമൂഹത്തിൽ ആശ്വാസം പറഞ്ഞ് പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ആശ്വാസ വാക്ക് മിക്കവാറും വർഷങ്ങളിൽ ഞങ്ങൾ കേട്ടിട്ട് ഇവിടുന്ന് ചിരിച്ചുകൊണ്ട് സമാധാനത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു മന്ത്രിമാരെയോ ഒരു സ്ഥാനത്തെയോ ഞാൻ കുറ്റം പറയുന്ന അല്ല ഈ പറയുന്നത്. ഞാൻ ഇവിടെ താമസമായിട്ട് 17 വർഷമായി. ഈ 17 വർഷവും ഈ ഒരു സമാധാന വാക്ക് കേട്ടോണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബങ്ങളാണിത്. വ്യക്തിയെന്നല്ല, കുടുംബങ്ങളാണ്. ഇനി ഇപ്രാവശ്യമെങ്കിലും അവർ കണ്ണു തുറന്ന് വേണ്ടുന്ന മാറ്റം ഉണ്ടാവണമെന്ന് ഞങ്ങൾ മനസ്സുരുകി പ്രാർത്ഥിക്കുന്നു. അടുത്ത പ്രാവശ്യം ഇതുപോലെ വന്ന് കുഞ്ഞുങ്ങളുടെ പഠിത്തമൊന്നും പോകാതെ കുട്ടികൾക്കും പഠിക്കാനുള്ള അവസരങ്ങളുണ്ടായി ജീവിക്കാനുള്ള ഇത് വരെ തന്നെ 3, 2, 5 കുട്ടികളുണ്ട്. മക്കളെ, നിങ്ങളുടെയൊക്കെ ഓർമ്മകാലം മുതൽ അവിടെ വെള്ളം കയറുന്നുണ്ടല്ലേ? അപ്പം സ്കൂളിൽ പോകാൻ പറ്റില്ല. പുസ്തകങ്ങളൊക്കെ എവിടാ? ഞങ്ങൾ വീട്ടിൽ കൊണ്ട് വെച്ചു. മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ, വെള്ളം കയറുന്ന മുന്നേ അതൊക്കെ സുരക്ഷിതമാക്കി. വീട്ടിൽ ഡ്രസ്സൊക്കെ എല്ലാം പോയിട്ടുണ്ടാവും. എന്താ അവസ്ഥ? അത് കെട്ടി വേറെ അൽമാരിയുടെ വണ്ടിക്ക് വെച്ചു. നമുക്കൊരു ഇത് പ്രശ്നം പരിഹരിക്കണ്ടേ അല്ലേ? എല്ലാ വർഷവും ഇങ്ങനെ വെള്ളം കയറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും നന്നാക്കാനും പിടിക്കാനും എടുക്കാനും ഒക്കെ ഉള്ള സമയം ഉണ്ടാവും. ഇല്ല. പ്രശ്നം പരിഹരിക്കണം അല്ലേ? തീർച്ചയായിട്ടും ഈ നാടിന്റെ ഭാവി തലമുറയാണ്. ഇവർ ഈ ഒരു പ്രതിസന്ധി ഇല്ലാതെ ജീവിക്കണം. അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. ആ അവകാശം ഉറപ്പാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഭരണാധികാരികളാണ്. കുഞ്ഞുകുട്ടിയൊക്കെ നോക്കുക, അവനോട് വന്ന് ഈ ക്യാമ്പിൽ കഴിയുകയാണ്. 2 ദിവസം കഴിഞ്ഞു. മോന്റെ പേരെന്താ? ഹലോ, പേര് പറ. പേര് പറ. കണ്ണൻ.
കണ്ണനെ പോലെ നിരവധി കുട്ടികളാണ് ഈ ക്യാമ്പിലുള്ളത്. ഈ ക്യാമ്പിൽ ഇപ്പോൾ ക്യാമ്പിനെ കുറിച്ച് പരാതികളൊന്നുമില്ല. ക്യാമ്പിൽ ചോദിച്ചപ്പോൾ എല്ലാം ഭക്ഷണം ഒരു പരാതിയില്ല. കൃത്യമായിട്ട് ഭക്ഷണങ്ങൾ കിട്ടുന്നുണ്ട്, കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അവർക്ക് അവരുടെ പരാതി എന്ന് പറയുന്നത് എല്ലാ വർഷവും ഇങ്ങനെ ക്യാമ്പിൽ കഴിയുമ്പോൾ ഭരണാധികാരികൾ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ വന്നിട്ട് വാഗ്ദാനം നൽകി പോകാറുണ്ട്. അപ്പോൾ അവർക്ക് ആശ്വാസവും അടുത്ത വർഷമെങ്കിലും ഞങ്ങൾക്ക് വരേണ്ടതില്ലല്ലോ എന്ന്. പക്ഷേ അടുത്ത വർഷവും സമാനമായ അവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നു. അപ്പോൾ അവർ പറയുന്ന പ്രശ്നം പരിഹരിച്ച് അതിനൊരു ശാശ്വത പരിഹാരം കാണണം. കാരണം ഈ കുട്ടികളൊക്കെ നമ്മുടെ വളർന്നു വരേണ്ട കുട്ടികളാണ്. അവരൊരു ദുരിതത്തിൽ എല്ലാ വർഷവും ഇങ്ങനെ ദുരിതത്തിലേക്ക് തള്ളിവിടാതെ അവർക്ക് ശോഭനമായ ഭാവി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ടുകൊണ്ട് അവർ പറയുന്ന പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിച്ചു കൊടുക്കണം. ഈ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ വ്യക്തമാകുന്നത് ഈ പ്രളയം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പകുതി ഉത്തരവാദി നമ്മുടെ സംവിധാനങ്ങളാണെന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും കൃത്യമായി വെള്ളം കടന്നു പോകുന്നതിനൊന്നും മാർഗമില്ല, അതൊക്കെ അടച്ചിട്ടേക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പല സ്ഥലങ്ങളിലും വെള്ളം കയറുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സംവിധാനങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ പല സ്ഥലത്തു നിന്നെയും പ്രളയം ഒഴിവാക്കാൻ കഴിയും. എല്ലാം ഒഴിവാക്കാൻ കഴിയുമെന്നല്ല പറയുന്നത്, പക്ഷേ പല സ്ഥലത്തും നമുക്ക് ഈ തീവ്രതയെങ്കിലും കുറച്ച് കൊണ്ടുവരാൻ കഴിയും. അതിനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. എല്ലാ വർഷങ്ങളിലും ഉണ്ടാകുമെന്ന് പറയുന്നതല്ലാതെ ഉണ്ടാകുന്നില്ലെന്നുള്ളതാണ് ഈ ദുരിതബാധിതർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. 17 വർഷമായി ഞാനിത് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതായത് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു പോകും, ക്യാമ്പിൽ നിന്ന് പോകുമ്പോൾ ഞങ്ങൾ പുഞ്ചിരിച്ചു കൊണ്ടുപോകും, അടുത്ത തവണ വീണ്ടും അടുത്ത വർഷം ക്യാമ്പിലേക്ക് കരഞ്ഞുകൊണ്ട് നിസ്സഹായരായി എത്തേണ്ടി വരുന്ന അവസ്ഥയെ പറ്റിയാണ് അവിടെയുള്ള അമ്മമാരൊക്കെയും ഒരുപോലെ പറയുന്നതെന്ന് പറയുന്നത്. അതായത് അവിടെയുള്ള കുഞ്ഞു കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്. എല്ലാ വർഷവും ഇങ്ങനെ മഴക്കാലമാകുമ്പോൾ ഇത് ഓണപരീക്ഷയൊക്കെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ക്യാമ്പിലേക്ക് പോകേണ്ടി വരിക, അത് വലിയ തോതിൽ കുട്ടികളെയൊക്കെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ പലതും അരുൺ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ സംവിധാനങ്ങൾ ശരിയായാൽ അത് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ എവിടെയാണോ ചെയ്യേണ്ടത് അവിടെ തിരുത്തി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പലതും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളും ആ മേഖലകളിൽ എന്നുള്ളതാണ്.